തിരുവനന്തപുരം പാളയത്ത് CSI ദക്ഷിണ കേരള മഹാ ഇടവകാസ്ഥാനത്ത് ഒരു പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കോടതി പിരിച്ചുവിട്ട് പുതിയ ബിഷപ്പിന് ചുമതല നൽകിയതിനാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. നമുക്കൊപ്പം തത്സമയം പാളയത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു. സലീം, എന്താണ് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം? സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ? SKN ഇവിടെ ഒരു CSI ദക്ഷിണ കേരള മഹാ ഇടവകാസ്ഥാനത്തൊരു സംഘർഷത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം വിശ്വാസികൾ രണ്ടു ചേരിയായി തിരിഞ്ഞ് രണ്ടു വശത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ കോടതി നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. വർഷങ്ങളായുള്ള തർക്കമാണ്. അതിൻ്റെ ഭാഗമായി കുറച്ചുനാൾ മുൻപ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ കോടതി പിരിച്ചുവിടുകയും പുതിയ ബിഷപ്പിന് ചുമതല നൽകുകയും ചെയ്തിരുന്നു. പുതിയ ബിഷപ്പായി അതിനുശേഷം ബിഷപ്പ് ഇൻചാർജായി റോയിസ് മനോജ് വിക്ടർ സ്ഥാനം ഏറ്റെടുത്തതാണ്. അതിന് പിന്നാലെ ഈ പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന TT പ്രവീണിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് കോടതി സമീപിച്ചത്. അതിനുശേഷം ഇപ്പോൾ അവർക്ക് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചു എന്ന് വാദം ഉയർത്തിക്കൊണ്ടാണ് TT പ്രവീണിന്റെ നേതൃത്വത്തിൽ ഇവർ ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടേക്ക് എത്തിയതിന് ശേഷം നിലവിൽ സഭാ ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അത് വിശ്വാസികൾ തടയുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് പിന്നാലെ തന്നെ വിശ്വാസികൾ രണ്ട് ചേരിയായി തിരിഞ്ഞ് സഭാസ്ഥാനത്ത് നിന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ നേരത്തെ ബിഷപ്പ് ഇൻചാർജായി സ്ഥാനം ഏറ്റെടുത്തിരുന്ന റോയിസ് മനോജ് വിക്ടറിനെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കി. അങ്ങനെ അദ്ദേഹം തിരികെ മടങ്ങിപ്പോകാനായി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന്റെ കാർ തടഞ്ഞു നിർത്തി ഇവിടെ നിന്നും പോകേണ്ടതില്ല, ഇവിടെ തുടരണമെന്ന് ആവശ്യം ഉയർത്തി. അങ്ങനെ ആ കാറിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഭാഗം വിശ്വാസികൾ പ്രാർത്ഥന മന്ത്രം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നുമുള്ള മെറ്റീർ മെമ്മോറിയൽ പള്ളിയെ കത്തീഡ്രലായി ഉയർത്തി സ്ഥാപിച്ച ബോർഡ് ഒരു വിഭാഗം വിശ്വാസികൾ എടുത്തു മാറ്റിയിരുന്നു. അതിനുശേഷം പിന്നീട് വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു. അവിടെ MM പള്ളിയിൽ എത്തി കത്തീഡ്രൽ എന്നെഴുതിയ ബോർഡ് നശിപ്പിച്ച് പിന്നീട് മറ്റൊരു ബോർഡ് സ്ഥാപിക്കുകയായിരുന്നു. നേരത്തെ തന്നെ പള്ളിയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ചതിനെതിരെ കഴിഞ്ഞ വർഷം വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. മുൻ ബിഷപ്പായിരുന്ന ധർമ്മരാജ് റസാലത്തിന്റെ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം വിശ്വാസികൾ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അങ്ങനെയാണ് ഇവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. പിന്നീടാണ് കോടതി ഇടപെടലിലൂടെ ധർമ്മരാജ് റസാലത്തിന്റെ സ്ഥാനം നഷ്ടമായത്. അതിന് പിന്നാലെ പുതിയ ബിഷപ്പ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റോയിസ് മനോജ് വിക്ടർ കോടതി ഇടപെടലിലൂടെ എത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും കോടതിയിലേക്ക് പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പോവുകയും ഈ TT പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സഭാസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. നിലവിൽ അവർക്ക് അങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവൊന്നും ലഭിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ കോടതി കേസ് പിന്നീട് പരിഗണിക്കാൻ മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചു എന്ന പേരിൽ അവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരത്ത് പാളയം LMS പള്ളിയിൽ നിന്ന് സലീം മാലിക്കാണ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. റിഹാൻ അഹമ്മദ് പറയുന്നു, എനിക്ക് തോന്നുന്നത് KTUവിലെ വിദ്യാർത്ഥിയാണെന്നാണ് തോന്നുന്നത്. അവർ പറയുന്നു ഒരറ്റത്ത് നല്ല മഴ, മറ്റേറ്റത്ത് പരീക്ഷ, കരിയർ എക്സാം നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പെട്ടുപോയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ മഴ കനക്കുകയും പരീക്ഷ നടത്താൻ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അതാത് ജില്ലാ കളക്ടർമാർക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. അവർ കണ്ണും കാതും തുറന്നിരിക്കുകയാണ്. ഇന്നലെയൊന്നും ചില ജില്ലാ കളക്ടർമാരൊന്നും ഉറങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്ത് ആവശ്യമുള്ള തീരുമാനം അവരെടുക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും അവധി ഉണ്ടാകുമെന്ന് കരുതി പ്രിപ്പറേഷനൊന്നും നിങ്ങൾ നിർത്തിവെക്കരുത് ദയവേത്. മാത്രമല്ല, വനമേഖലയിലേക്കും മറ്റുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ കുറച്ച് ജാഗ്രത പാലിക്കണം. റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളും ജാഗ്രത പാലിക്കണം. റോഡ് നന്നായി സ്ലിപ്പറിയായി കിടക്കുകയാണ്. പല സ്ഥലത്തും ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ തന്നെ കുഴികൾ അറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കുക.